ഹോട്ടൽ രംഗത്ത് ഇക്കാലത്ത് സ്ത്രീകൾ ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹോട്ടൽ രംഗത്തെ സ്ത്രീകളെക്കുറിച്ചാണ്. ഇപ്പോൾ പുരുഷന്മാരുടെ ഒപ്പം ആ സമയം ചെലവഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിചാരമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഒരു 18 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആവറേജ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു 14 മണിക്കൂറെങ്കിലും ഞാൻ വർക്ക് ചെയ്തു. ഞാനൊരു വർക്കഹോളിക് ആയിരുന്നു. പക്ഷേ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾ റെന്റ് എടുത്ത് ചെയ്യുമ്പോൾ അവർക്ക് ഇതൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്കും സർവൈവ് ചെയ്യണം. എന്തായാലും അവരും ഈ പറഞ്ഞ ടാക്സും മാം പറഞ്ഞ പോലെ GST എല്ലാം അടയ്ക്കുന്നുണ്ട്. പക്ഷെ അവർക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഇഷ്ടംപോലെ ബുദ്ധിമുട്ടുകളുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്നായാലും എല്ലാം. അപ്പൊ ഫുഡ് ഉണ്ടാക്കാനും അത് വിളമ്പാനും അത് ആളുകൾക്ക് കൊടുക്കാനും ഒക്കെയുള്ള ഒരു ഇഷ്ടം, അല്ലെങ്കിൽ മനസ്സിൽ നിന്നൊരു ഇഷ്ടം സ്ത്രീകൾക്ക് പൊതുവെ കൂടുതലാണ്. ആദ്യം പാത്രം കഴുകാൻ പോയി, പിന്നെ പാചകത്തിൽ കയറി. ആ പാചകം നിന്നാണ് ഞാൻ സ്വന്തമായിട്ട് ഇത് തുടങ്ങിയത് അല്ലേ. ദോശ ഉണ്ടാവും, പിന്നെ വൈകുന്നേരം പുട്ടുണ്ടാവും. പുട്ടിന്റെ കൂടെ ചെറുപയർ പുഴുങ്ങിയിട്ട് തേങ്ങയിട്ട് വെക്കും. ഹോട്ടൽ രംഗത്ത് സ്ത്രീകൾ ഫേസ് ചെയ്യുന്നത് ചാലഞ്ചസ് കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. അതിൽ നമ്മൾ ആദ്യം തന്നെ മാമിൻ്റെ അടുത്ത് ചോദിക്കാം. മാം ഈ രംഗത്ത് വന്നിട്ട് എത്ര കാലമായി? എപ്പോഴാണ് ഇവിടെ ജോയിൻ ചെയ്തത് ഈ ഹോട്ടൽ ഇൻഡസ്ട്രീസിൽ? മാം ഇത്രയും കാലം വർക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണ് ചാലഞ്ചസ്, ഗുഡ് ആൻഡ് ബാഡ്, രണ്ടും നമുക്ക്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. താങ്ക് യു ഫോർ കേരള വിഷൻ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഞാൻ 1989 താജ് മലബാറിലാണ് ആദ്യമായിട്ട് ഞാൻ ജോലിക്ക് കയറുന്നത്. 25 വർഷം ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 5 സ്റ്റാർ ഹോട്ടലുകളിലും, പിന്നെ ജനറൽ മാനേജറായിട്ടും അവസാനം ഞാൻ സീനിയർ ജനറൽ മാനേജറായിട്ട് വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. 25 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി. അതിൻ്റെ പേര് ഇൻഫിനിറ്റി ഹോസ്പിറ്റാലിറ്റി സർവീസസ് എന്നാണ്. എന്താണ് ഞാൻ ഹോട്ടലിൽ ചെയ്തത് അതും ചെയ്യും, പിന്നെ ട്രാവൽ ഏജൻസി ചെയ്യുന്നത് അതും ചെയ്യും, പിന്നെ ട്രെയിനിങ് കൺസൾട്ടൻസി എല്ലാം ചെയ്യും. പൊതുവെ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ഒരു 35 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് ലേഡീസ് മാത്രമേ ഹോട്ടൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് ആൾക്കാർക്കും അറിയില്ല എന്താണ് ഒരു ഹോട്ടൽ രംഗത്ത് ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുക. ഒരു റിസപ്ഷനിസ്റ്റായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹൗസ് കീപ്പിങ്ങിലോ അങ്ങനെയൊക്കെ ഉള്ളൊരു ജോലിയായിരിക്കും ഒരു ലേഡിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയിലുണ്ടായിരുന്നു. ഞാൻ അന്ന് കേറ്ററിംഗ് നിന്നും ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനും MBA ഒക്കെ ചെയ്തത് വളരെ ലേറ്റായിട്ടാണ്. ഞാൻ പഠിച്ചുകൊണ്ട് വരുന്നു, അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്തുകൊണ്ട് രണ്ടും കൂടെ ചെയ്തിരുന്നു. കാരണം ഞാൻ വളരെ അംബീഷ്യസ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ, ബാങ്ക്വറ്റ്സിൽ, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റും വർക്ക് ചെയ്തു. കാരണം എനിക്ക് എക്സ്പീരിയൻസ്, ഞാൻ രാത്രിയും സാധാരണ ഒരു ഹോട്ടൽ മേഖലയിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ 9 to 6 ആ ടൈം അല്ല വേണ്ടത്. നമ്മുടെ ടൈം എപ്പോഴാണെങ്കിലും വേണം. കാരണം VIP ഗസ്റ്റ് വരുന്നത് രാത്രികളിലായിരിക്കും, ടൈമിലായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രസൻസ് അവിടെ ഉണ്ടാകണം. അപ്പോൾ പുരുഷന്മാരുടെ ഒപ്പം ആ സമയം ചെലവഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിചാരമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഒരു 18 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആവറേജ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു 14 മണിക്കൂറെങ്കിലും ഞാൻ വർക്ക് ചെയ്തു. ഞാനൊരു വർക്കഹോളിക് ആയിരുന്നു. കാരണം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ്. കാരണം മീറ്റിംഗ്, പുതിയ ആൾക്കാരെ കാണുക, പുതിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അത് നമുക്ക് വളരെ സംതൃപ്തി തരുന്നൊരു രംഗമായിരുന്നു. ഈ ചലഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും സമയമാണ്. സാധാരണ ഒരു വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒരു ഫാമിലിയും കുട്ടികളെയും എല്ലാം നോക്കി ആ സമയത്ത് അത്രയും സമയം സ്പെൻഡ് ചെയ്യാനുള്ള, അതാണ് ഒരു ലേഡീസിന് ഉള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നും തന്നെ ഇല്ല. കാരണം നമുക്ക് തന്നെ നമ്മുടേതായിട്ടൊരു ഫ്ലെയർ ഉണ്ട്. നമ്മൾ ആതിഥ്യ മര്യാദയും ആൾക്കാരെ നമ്മൾ ട്രീറ്റ് ചെയ്തും അവർക്ക് നമ്മൾ കൊടുക്കാനുള്ള ഒരു മനോഭാവം അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ രംഗത്ത് യാദൃച്ഛ്യമായിട്ടാണ് വന്നത്. എനിക്കത് ആഗ്രഹിച്ച് വന്നതല്ല, അതിന് കയറേണ്ടി വന്നതുകൊണ്ട് അങ്ങനെ വന്നതാണ്. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ്, ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ്. അതിനകത്ത് അത് മേബി ഞാൻ ഇവരെല്ലാം സംസാരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. നമ്മൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് മേഖലയിൽ വളരെയധികം സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് നടത്തുന്നവരുണ്ട്. ഫാമിലി ഓൺഡ് റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽ നടത്തുന്നവരുണ്ട്. അത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സിലേക്ക് ക്ലൗഡ് കിച്ചൺ വഴിയും കമ്മ്യൂണിറ്റി കിച്ചൺ വഴിയൊക്കെ ഫുഡ് സപ്ലൈ ചെയ്യുന്നവരുണ്ട്. പിന്നീട് ഇതിലെല്ലാം വർക്ക് ചെയ്യുന്ന, മാം വർക്ക് ചെയ്ത പോലെ ഇതിലെല്ലാം വർക്ക് ചെയ്യുന്ന സ്ത്രീകളുണ്ട്.
അങ്ങനെ ഒട്ടനവധി സ്ത്രീകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും സ്ത്രീകളുമായിട്ട് റിലേറ്റ് ചെയ്യും. ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ഫുഡ്, നമ്മൾ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ്, അങ്ങനെ വീട്ടിലെ സ്ത്രീകളുമായിട്ട് നാച്ചുറലി റിലേറ്റ് ചെയ്യും. അപ്പൊ ഫുഡ് ഉണ്ടാക്കാനും അത് വിളമ്പാനും അത് ആളുകൾക്ക് കൊടുക്കാനും ഒക്കെയുള്ള ഒരു ഇഷ്ടം, അല്ലെങ്കിൽ മനസ്സിൽ നിന്നൊരു ഇഷ്ടം സ്ത്രീകൾക്ക് പൊതുവെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഫീൽഡിലെ സ്ത്രീകൾ ഒത്തിരി സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയും പുതിയ പുതിയ സംരംഭങ്ങളുമായിട്ട് സ്ത്രീകൾ കടന്നു വരുന്നുണ്ട് ഈ മേഖലയിലേക്ക് അനുദിനം. അപ്പൊ KHRA ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്ന സംഘടനയെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ സംഘടനയിലാണെങ്കിലും സ്ത്രീകൾക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്. സെക്രട്ടേറിയറ്റിലാണെങ്കിലും സ്റ്റേറ്റ് ലീഡർഷിപ്പിലാണെങ്കിലും എല്ലാം സ്ത്രീകളെ ചേർത്ത് നിർത്തി അവർക്ക് അർഹപ്പെട്ട സ്ഥാനങ്ങൾ നൽകി സ്ത്രീകളെയും കൂടെ മുന്നോട്ട് നയിക്കുന്ന സംഘടനയാണ്. അതിൻ്റെ സംഘടന ഞാൻ പ്രവർത്തിക്കുന്നത്. പൊതുവെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് വെച്ചാൽ അപ്പൊ സ്ത്രീ ആയാലും പുരുഷനായാലും ഹോട്ടൽ മേഖലയിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് കോമൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഏറ്റവും അധികം നമുക്ക് തോന്നുന്നത് ഈ നിയന്ത്രണമില്ലാത്ത വിലക്കയറ്റം. നമ്മൾ ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ വിലകൾ, സാധനങ്ങളുടെ വില അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കൺട്രോൾ ഇല്ലാതെ ഓരോ സാധനങ്ങളുടെ വില, നമ്മൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില, അതുപോലെ നമ്മുടെ പാചക ഇന്ധനം അതിന്റെ വില എല്ലാം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി ഇല്ലാതെ കൂടിക്കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇടത്തരം ചെറിയ ഹോട്ടലിൽ അങ്ങനെ വില നമുക്കങ്ങനെ മാറ്റാൻ പറ്റില്ല ഓരോ ദിവസവും. വലിയ ഹോട്ടൽസിന് അത്ര പ്രോബ്ലം ഉണ്ടാവില്ല. എന്നാൽ ചെറിയ ഹോട്ടലുകൾ, ഇടത്തരം ഹോട്ടലുകൾക്ക് വലിയൊരു ചലഞ്ചാണ്. ഈ വിലക്കയറ്റം വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ വിലയിലും അതേ ക്വാളിറ്റിയിലും ഫുഡ് സപ്ലൈ ചെയ്യാന്നുള്ള വളരെ ചലഞ്ചാണ്. പിന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അശാസ്ത്രീയമായ GST ടാക്സ് അല്ല. നമുക്കറിയാം റീസെന്റ് തന്നെ നമുക്ക് ഒരു ഹോട്ടൽ നടത്തുന്ന ആള് ലാൻഡ് ലോഡിന് പേ ചെയ്യുന്ന റെന്റിന് നമ്മളിപ്പോ ഒരു 10,000 rupees റെന്റ് പേ ചെയ്യുകയാണെങ്കിൽ അതിൽ 18% GST ഹോട്ടൽ നടത്തുന്ന ആൾ അടയ്ക്കണം എന്നുള്ള പുതിയൊരു നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതിൽ നമുക്ക് ഹോട്ടൽ നടത്തുന്ന ആള് അതൊക്കെ വളരെ അശാസ്ത്രീയമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം നമ്മൾ വളരെയധികം എക്സ്പെൻസ് ചെയ്തിട്ടാണ് അവിടെ നടത്തുന്നത്. അതിന്റെ കൂടെ ഒരു GSTയുടെ ഒരു ഷെയറും കൂടെ, ലാൻഡ് ലോഡിന് നമ്മൾ പേ ചെയ്യുന്ന ഷെയറും കൂടെ ഹോട്ടൽ ഉടമ അടയ്ക്കണം എന്ന് പറയുമ്പോൾ അത് വളരെ അശാസ്ത്രീയമായിട്ട് നമുക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് വരുന്ന വേറൊരു ചലഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ അറിയാം ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ വളരെയധികം എക്സ്പെൻസ് ഉണ്ട്. റൂം റെന്റ് ഉണ്ട്, തദ്ദേശ സ്വയംഭരണ അവിടുത്തെ ലൈസൻസ്, മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആയാലും, ഹെൽത്ത് കാർഡ്, അതിന്റെ PBC, അതിന്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെ വളരെയധികം കടമ്പകൾ കടന്ന് വളരെയധികം എക്സ്പെൻസുകൾ ചെയ്തിട്ടാണ് ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഹോട്ടൽ നമ്മൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കൂണ് പോലെ മുളച്ചു വരുന്ന അനധികൃതമായ ഭക്ഷണശാലകൾ, അത് ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടു പോകുന്ന ആളുകൾക്ക് ഭയങ്കര ചലഞ്ചാണ്. കാരണം അവർക്ക് ഈ റെന്റ് ഇല്ല, അവർക്ക് ഈ എക്സ്പെൻസ് ഇല്ല. അങ്ങനെ വരുമ്പോൾ വളരെ GST ഇല്ല. അങ്ങനെ വരുമ്പോൾ പ്രോപ്പറായിട്ട് ഇതെല്ലാം അടച്ച് ചെയ്യുന്ന ഹോട്ടൽസിൽ റെസ്റ്റോറൻറ്റ്സ് നടത്തിക്കൊണ്ടു പോകുന്നവർക്ക് ഇത് വലിയ ചലഞ്ചായിട്ടാണ് തോന്നുന്നത്. പിന്നെ വേറൊരു ചലഞ്ച് ഉള്ളത് ഇപ്പോൾ PCB സർട്ടിഫിക്കറ്റ് ആയിട്ട് ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് ചെറിയ ചെറിയ സ്പേസിലുള്ള ഹോട്ടൽസിലെല്ലാം PCB വളരെ പ്രോബ്ലം ആണ്. കാരണം ഒരു ലാൻഡ് ലോഡ് ഒരു സ്ഥലം റെന്റിന് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു PCB ഒരു ടാങ്ക് ഉണ്ടാക്കാനൊക്കെ ചിലപ്പം അലോ ചെയ്തോളണമെന്നില്ല. അതുപോലെ നമ്മൾ 1-2 വർഷം കഴിയുമ്പോൾ അവിടെ നിന്ന് മാറും. നമുക്ക് വലിയൊരു എമൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചെറിയ ചെറിയ ഹോട്ടലുകൾസിൽ വളരെ പ്രോബ്ലമാണ്. അതിന് ലൈസൻസ് എടുക്കുക, അത് ചെയ്യുക എന്നുള്ളതെല്ലാം ഭയങ്കര വലിയ ചലഞ്ചായിട്ടാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ഇതെല്ലാമാണ് കോമൺ ആയിട്ട് നമ്മളിപ്പം ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. സ്ത്രീകളായാലും ഹോട്ടൽ രംഗത്തുള്ള എല്ലാവരും ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഇതൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആശമാൻ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ തന്നെയാണ് എല്ലാ ഹോട്ടലുകാരും ഫേസ് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ PCB ഒരു വലിയൊരു ഇഷ്യൂ തന്നെയാണ്. കാര്യം എല്ലാ ആളുകളും ഒരു സ്പേസ് നമുക്കൊക്കെ ഒരു നല്ല ക്രൗഡുള്ള ഒരു സ്ഥലത്ത് ഒരു കിച്ചൺ സ്റ്റാർട്ട് ചെയ്യാൻ, ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കാം. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ ഫോർമാലിറ്റീസോ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. ഓണർ പറയുന്നത് ഇത് നേരത്തെ ഒരാൾ ഹോട്ടൽ നടത്തിയിരുന്ന ബിൽഡിംഗ് ആണ്, നിങ്ങൾക്കിത് നടത്താം. അത് പറഞ്ഞാൽ അവർ പറയുന്ന റെന്റ് പേ ചെയ്തിട്ടാണ് നമ്മൾ ഈ ബിൽഡിംഗ് എടുക്കുന്നതും. ദെൻ അതിനുശേഷം നമ്മൾ ലൈസൻസ് എടുക്കാൻ പോകുന്നു, FSSAI എടുക്കാൻ പോകുന്നു, നമ്മൾ റെന്റ് കൊടുത്തു, നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മൾ ഹോട്ടൽ ഫർണിഷ് ചെയ്തു, എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ നൂലാമാലകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒത്തിരി ഇഷ്യൂസ്. PCB എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇഷ്യൂ ആണ്, നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ആണ്.
ബിക്കോസ് എറണാകുളം പോലുള്ള ഒരു സ്ഥലത്ത് മാക്സിമം പോയൊരു 3-4 സെന്റിലൊക്കെ ആയിരിക്കും ഈ ഒരു ബിൽഡിംഗ് ഇരിക്കുന്നത്. അതിനകത്ത് PCB എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾട്രാപ്പ് വെച്ചിട്ട് ഒരു പിറ്റടിച്ച് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. പിന്നെ ഒരു ഓണറുടെ ബിൽഡിംഗിൽ ഇതൊന്നും ചെയ്യാൻ അവർ സമ്മതിക്കില്ല. ഇത് സമ്മതിക്കാണ്ട് നമുക്കൊരു ലൈസൻസ് തരില്ല. ഇനി ഇത് ലൈസൻസിങ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഏജന്റിനെ കണ്ടുപിടിച്ച് അവരതിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി എവിടെ നമുക്ക് പിറ്റ് വെക്കാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ പറയുന്നൊരു എമൗണ്ട് പേ ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞാലാണ് നമുക്ക് ലൈസൻസ് കിട്ടുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ എങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകും? ഓക്കെ, ഇത്രയും ഇഷ്യൂസ് ആണ്. ഇത്രയും കഴിയണമെങ്കിൽ തന്നെ നമ്മൾ ലക്ഷങ്ങൾ ചെലവാക്കണം. ഇത് ലക്ഷങ്ങൾ ചെലവാക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഇത് നടത്താൻ പറ്റുമോ നടത്താൻ പറ്റില്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച കുക്ക് ഉണ്ടാവും, ഹെൽപ്പർ ഉണ്ടാവും, ഇവർക്കൊക്കെ നമ്മൾ പേ ചെയ്തുകൊണ്ടിരിക്കണം ഈ കടമ്പകളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും. അപ്പോൾ നമുക്കൊരു സജഷൻസ് ഉള്ളതെന്ന് വെച്ചാൽ, ഒന്നുകിൽ നമ്മൾ ഇങ്ങനെ കൊമേഴ്ഷ്യൽ റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ബിൽഡിങ്ങും ചെയ്യാൻ പറ്റാത്ത ബിൽഡിങ്ങുമായിട്ട് അവർ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അല്ലെങ്കിൽ ഓണർക്ക് അതിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. നമുക്കൊരു ബിൽഡിംഗ് തന്നു കഴിഞ്ഞാൽ അത് കൊമേഴ്ഷ്യൽ ആക്കാനും ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസിനുമുള്ള സൗകര്യം അതിനകത്ത് ഉണ്ടെന്ന് ഓണർ എൻഷുർ ചെയ്തതിന് ശേഷം മാത്രമേ ഒരാൾക്ക് റെന്റ് ഔട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നമുക്ക് ഒത്തിരി ആളുകൾക്ക് നമുക്ക് അറിയുന്ന ആളുകളുണ്ട്, പേ ചെയ്ത് റെന്റ് കൊടുത്ത് അഡ്വാൻസ് കൊടുത്ത് തിരിച്ചത് റീഫണ്ട് ചെയ്യുമില്ല, ഇയാൾക്ക് ഈ സ്ഥാപനം തുടങ്ങാനും പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരാൻ പാടില്ല. നമുക്ക് നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവുന്ന ഒരു രീതിയിലായിരിക്കണം. ബിക്കോസ് ഒത്തിരി എമൗണ്ടുകൾ മുടക്കി ഹോട്ടലുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഓൺ ബിൽഡിങ്ങിൽ ചെയ്യുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം. പക്ഷേ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾ റെന്റ് എടുത്ത് ചെയ്യുമ്പോൾ അവർക്ക് ഇതൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്കും സർവൈവ് ചെയ്യണം. എന്തായാലും അവരും ഈ പറഞ്ഞ ടാക്സും മാം പറഞ്ഞ പോലെ GST എല്ലാം അടയ്ക്കുന്നുണ്ട്. പക്ഷെ അവർക്കത് കണ്ടിന്യൂ ചെയ്തു പോകാൻ ഇഷ്ടംപോലെ ബുദ്ധിമുട്ടുകളുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നായാലും എല്ലാം നിയമങ്ങൾ നല്ലതാണ്. പക്ഷെ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലും കൂടി ആണെങ്കിൽ എല്ലാവർക്കും സർവൈവ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഏറ്റവും ഈ സൈഡിൽ ഇരിക്കുന്നത് 5 സ്റ്റാർ ഹോട്ടലും ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് 5 സ്റ്റാർ തട്ടുകടയിലെ ആളാണ്. ഷീലാമണി ഒരു തട്ടുകട നടത്തുന്നുണ്ട്. ഇവർക്കൊക്കെ റെന്റും പിന്നെ പൊല്യൂഷനും ഇതൊക്കെ കൊടുക്കണം. ഷീലാമണിക്ക് ഇതിനൊന്നും കൊടുക്കണ്ടല്ലോ, ഒരു തട്ടുകടയും ഇട്ടിട്ട് ഇരിക്കാമല്ലോ. ഇല്ല, തട്ടുകടക്ക് വാടകയുണ്ട്. ആണോ? ഇത് ആദ്യത്തെ അറിവാ ഞങ്ങൾക്ക്. അറിയില്ല. ഡെയിലി കളക്ഷൻ അതെന്ന് വെച്ചാല് വേറൊരു കൂട്ടക്കാര് തട്ടുകട നടത്തിയതാ, കെട്ടിയത്. ആ കെട്ടിയതിന്റെ അകത്തുനിന്ന് വേറെ ആൾക്കാർ വാടകക്ക് എടുത്തു. അപ്പൊ ആ കെട്ടിയ ആൾക്ക് വാടക കൊടുക്കണം. ഓ, ഷെഡ് പണിയുന്ന ആൾക്ക് എന്ന് വെച്ചാല് ആ ഷെഡ് പണിയുന്ന ആൾക്ക് ഡെയിലി 500, ആദ്യം 350 ഇപ്പൊ ഡെയിലി 500 GST ഇല്ല. ആ കൺസ്ട്രക്ഷന് വേണ്ടിട്ട് ഡെയിലി കൊടുക്കണം. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു തുക അങ്ങോട്ട് കൊടുക്കും. തുകയെന്ന് പറഞ്ഞാൽ 500 ഒരു ആക്കടെ കൂലി. വേറെ ഒന്നുമില്ലല്ലോ ഈ പൊല്യൂഷനും ഇവരൊക്കെ അനുഭവിക്കണേ. ഓക്കെ, അവിടെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ പ്രശ്നങ്ങൾ പ്രശ്നം എന്ന് വെച്ചാല് അവിടെ ഫ്രൂട്ട്സ് കച്ചവടം ഉണ്ട്. ഫ്രൂട്ട്സ്, ആപ്പിള്, മുന്തിരി, അത് ഇതൊക്കെ. അതിന്റെ കൂട്ടത്തിൽ വൈകുന്നേരം ആവുമ്പോ എന്നുവെച്ചാൽ വേറെ വരുമാനമൊന്നുമില്ല, ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ ആ വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോ ഞാൻ തന്നെയാണ് ഫുഡിങ് എല്ലാം ശരിയാക്കണം. ഞാനൊരു നേരത്തെ ഒരു കേറ്ററിംഗിന്റെ ജോലിക്കാ പോയിരുന്നു വെച്ചത്. ഒരു 20 വർഷത്തോളം വരെ അവിടെ ആയിരുന്നു ഫുഡിന്റെ ജോലി. ആദ്യം പാത്രം കഴുകാൻ പോയി, പിന്നെ പാചകത്തിൽ കയറി. ആ പാചകം നിന്നാണ് ഞാൻ സ്വന്തമായിട്ട് ഇത് തുടങ്ങിയത് അല്ലേ. ദോശ ഉണ്ടാവും, പിന്നെ വൈകുന്നേരം പുട്ടുണ്ടാവും. പുട്ടിന്റെ കൂടെ ചെറുപയറ് പുഴുങ്ങിയിട്ട് തേങ്ങയിട്ട് വെക്കും. അതേപോലെ ദോശക്ക് സാമ്പാർ, മുളക് ചമ്മന്തി, തേങ്ങ ചമ്മന്തി, ചില ദിവസങ്ങളിൽ തക്കാളി ഉണ്ടാവും. അത് അപ്പൊ ആ വൈകുന്നേരം ആകുമ്പോ ഇനി ഒരു 12 മണിയോടുകൂടി പരിപാടി കഴിയും. പിന്നെ ഫുഡ് എന്ന് വെച്ചാല് ബീഫ് ചിലപ്പോ വെക്കും, ചില ദിവസങ്ങളിൽ വെക്കും, ചില ദിവസങ്ങളിൽ വെക്കൂല. എന്താന്ന് വെച്ചാല് നമുക്ക് വള്ളക്കാരുടെ കച്ചവടമുണ്ട്, ബോട്ടുകാരും. അവരില്ലെങ്കിൽ ഈ ഇറച്ചികളൊന്നും പോകില്ല. ബാക്കി ദോശകളൊക്കെ തന്നെ പിന്നെ അപ്പൊ ഉണ്ടാക്കണ ഭക്ഷണം അപ്പൊ തന്നെ അങ്ങോട്ട് തീരുന്നുണ്ട്. ഉണ്ടാക്കി വെക്കൂല, ആള് വന്ന് ഓർഡർ ചെയ്യും, അപ്പൊ അത് ഉണ്ടാക്കി കൊടുക്കുന്നു. അതാണ്. തിരക്കുണ്ടാവാറുണ്ടോ? നല്ല തിരക്കുണ്ടാവും. ഈ തിരക്കിന്റെ സമയത്ത് ആൾക്കാർ വന്നിട്ട് പൈസ തരാണ്ടിരിക്കുന്ന അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. എന്ന് വെച്ചാല് ചിലവര് തിന്നിട്ട് ഇപ്പുറത്ത് കൂടി ഇതിലെ കൂടി പുറവശത്ത് കൂടി. അത് നിങ്ങൾക്ക് നഷ്ടമല്ലേ? അതും നഷ്ടമാണ്. പിന്നെ ചിലവര് വെള്ളം അടിച്ചിട്ടും വന്നിട്ട് നമ്മുടെ തലയിൽ കിട്ടുക. ബാറിന്റെ മുമ്പിലാണ് ഈ സാധനം. ചിലവർക്ക് എന്നെ ഇത്തിരി പേടിയുണ്ട്. അപ്പൊ
അപ്പൊ ഉണ്ടാക്കണ ഭക്ഷണം അപ്പൊ തന്നെ അങ്ങോട്ട് തീരുന്നു, തീരുന്നുണ്ടല്ലേ? ഉണ്ടാക്കി വെക്കൂല. ഓക്കെ. ആള് വന്ന് ഓർഡർ ചെയ്യും, അപ്പൊ അത് ഉണ്ടാക്കി കൊടുക്കുന്നു. അതാണ് തിരക്കുണ്ടാവാറുണ്ടോ? തിരക്കുണ്ട്. നല്ല തിരക്കുണ്ടാവും. ഈ തിരക്കിന്റെ സമയത്ത് ആൾക്കാർ വന്നിട്ട് പൈസ തരാണ്ടിരിക്കുന്ന അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അതാണ് ചോദിച്ചത്. എന്ന് വെച്ചാല് ചിലവര് തിന്നിട്ട് ഇപ്പുറത്തു കൂടി ഇതിലെ കൂടി പുറവശത്തു കൂടി പോകും. സോ അത് നിങ്ങൾക്ക് നഷ്ടമല്ലേ? അതും നഷ്ടമാണ്. പിന്നെ ചിലവര് വെള്ളം അടിച്ചിട്ടും വന്നിട്ട് നമ്മുടെ തലയിൽ അതാണ് ചോദിച്ചത്. ബാറിന്റെ മുമ്പിലാണ് ഈ സാധനം. ചിലവർക്ക് എന്നെ ഇത്തിരി പേടിയുണ്ട്. അത് നല്ലതാ. എന്ന് വെച്ചാല് നമ്മ ആദ്യമൊക്കെ കുറെ നേരം വരെ കേട്ട് അങ്ങനെ നിക്കും, വായിൽ വന്നത് നല്ലതായിരിക്കും. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ കുറെ നേരം കേട്ടിട്ട് എങ്ങനെ അനങ്ങാണ്ടിരിക്കും. ആദ്യത്തെ ദിവസം പിന്നെയും കേട്ടേക്കും. മൂന്നാമത്തെ ദിവസം ഒന്നിലേക്ക് കൈവെക്കും, അല്ലെങ്കിൽ രണ്ടു വർത്താനം തിരിച്ചു കൊടുക്കും. ഓക്കെ, അങ്ങനെ ധൈര്യത്തിൽ നിൽക്കണ്ടല്ലേ? ഇപ്പോഴും ഈ ഫുഡ് സേഫ്റ്റി അതൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസുകളൊക്കെ ലൈസൻസ് ഉണ്ട്, പിന്നെ ഹെൽത്തിന്റെ കാർഡ് ഉണ്ട്, പിന്നെ ഇപ്പൊ ഒരു നിയമം ഇറക്കിയിട്ടുണ്ടല്ലോ, GST ഒന്നും ബാധകമല്ല. അതൊന്നും ബാധിക്കുന്നില്ല. ഇപ്പൊ ഒരു ചെറിയ കടകളുടെ ലൈസൻസ് ഒക്കെ വെച്ച് ഒരു അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ? ഓക്കെ. ശരിക്കും അപ്പൊ അത് വേണമെന്ന്. പിന്നെ എനിക്ക് നേരത്തെ ഹോട്ടൽ ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ ആ കേരള സർക്കാരിന്റെ ഒരു ലൈസൻസ് 5 വർഷത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഇനി പുതുക്കണം. അത് ചിലപ്പോ ഈ തട്ടുകട നടത്താൻ വേണ്ടിയുള്ള ലൈസൻസ് 5 years ഉണ്ട് അല്ലേ? ഓക്കെ. അതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നതാണ്. പിന്നെ അവിടെ വ്യാപാരി വ്യവസായ ഒരു വൈസ് പ്രസിഡന്റ് ആണ് ഞാൻ. ഇപ്പൊ അത് നിർത്തി കഴിഞ്ഞാറുണ്ട്, അതിന്റെ അകത്തുനിന്ന് ഞാൻ മാറി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമത് വ്യാപാരി വ്യവസായത്തിലേക്ക് മെമ്പർ ആകാൻ പോകുന്നുണ്ട്. അപ്പൊ അതൊന്ന് കുറെ നാളായി എന്നോട് പറയണ ചേര്. പിന്നെ അവിടുത്തെ റിസോഴ്സിലെ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെയൊക്കെ ഒരു സംഘടനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൊതുപ്രവർത്തനത്തിനും ഞാൻ പോകുമായിരുന്നു. ഞാൻ മുമ്പ് ബാലസഭ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ഷേമനിധി, ഈ ഗാർഹിക തൊഴിലാളികളുടെ ക്ഷേമനിധി, അത് പിന്നെ 150 പേർക്കട ക്ഷേമനിധി എടുത്തു. പിന്നെ ഞാൻ ആ വഴിയായിട്ടാണ് 60 വയസ്സ് കഴിഞ്ഞുള്ള ആൾക്കാർക്ക് പെൻഷൻ. അത് കഴിഞ്ഞ ശേഷമാണ് ഇപ്പൊ പഞ്ചായത്തിലും കോർപ്പറേഷനിലും കൊടുക്കാൻ തുടങ്ങി. അതിന് കുറെ ചീത്തപ്പേരും ഒരു നല്ലൊരു സാമൂഹിക പ്രവർത്തകയാണ്. ഞാൻ അത് ചെയ്തിരുന്നേന് അവിടുത്തെ രാഷ്ട്രീയക്കാര് കുറെ ബുദ്ധിമുട്ടിച്ചു. ഫസ്റ്റില് BJP-ക്കാരായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു ലേഡീസ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ പൊളിറ്റിക്സ് ഞാൻ രാഷ്ട്രീയമല്ലാത്ത ഇതിലായിരുന്നു എല്ലാം ചെയ്തത്. പക്ഷെ എന്നാലും പൊളിറ്റിക്സ് ഇൻവോൾവ് ആയി. അപ്പൊ ബാലസഭ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിൽ ബാലസഭ എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഇല്ല. അതിന് പിള്ളേർക്ക് പഠിക്കാനുള്ള ബുക്ക് അതൊക്കെ ഞാനൊരു ഓഫീസിൽ ക്ലീനിങ് പോകുമായിരുന്നു. അപ്പൊ അവിടത്തെ ജോലി എടുക്കുന്ന പിള്ളേരെല്ലാരും കൂടി എനിക്ക് പിരിവിട്ട് അതിങ്ങ ബുക്ക് 500 ബുക്കത്തോളം സ്പോൺസർ ചെയ്ത് അവരെല്ലാരും കൂടി വന്ന് അതൊരു കൊല്ലം വെച്ച് എല്ലാവർക്കും പിള്ളേരെയൊക്കെ വിളിച്ച് സ്കൂൾ തുറക്കണതിന്റെ ആഴ്ചയിൽ ഭയങ്കര ഗംഭീര പരിപാടിയൊക്കെ വെച്ച് ഭക്ഷണം, അത് പിള്ളേർക്ക് ഭക്ഷണം, പിള്ളേർക്ക് ഡാൻസ്, പാട്ട്, അതുങ്ങൊക്കെ ഉള്ള അതങ്ങനെ ചെയ്തിരുന്നിട്ട് അപ്പൊ അതിന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നെ അതേപോലെ തന്നെ നിരന്തര പോരാട്ടം. ഒരു ദിവസം ഒരു പ്രശ്നം, വേറെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതെ, എന്തിനാണ് ആൾക്കാര് ഒന്ന് നല്ല പ്രവർത്തനം ചെയ്യാൻ വേണ്ടിട്ടല്ലേ? നല്ല പ്രവർത്തനം ചെയ്യുമ്പോഴാണ് ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുകയും നമ്മളെ അതിന് പ്രോത്സാഹനം. അത് പിന്നെ ഇത് ചെയ്യല്ലേ വേണ്ടത്. ഒരു സൈഡിൽ നമ്മളെല്ലാരും പറയല്ലേ, ഈ കട ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ആ സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എന്റെ വീട്ടുകാരെ എല്ലാരും വഴക്ക് പറയുമായിരുന്നു. മന്ത്രിക്ക് പോലും ഇത്രയും തിരക്കില്ല. നല്ല പ്രവർത്തനമായിരുന്നു. എന്താന്ന് വെച്ചാല് പെൻഷത്തിന് തന്നെ ആൾക്കാർ അപേക്ഷ വെക്കാൻ വേണ്ടി തന്നെ എന്തോരം ആൾക്കാർ വീട്ടിൽ വരുമെന്ന്. 5 മണിക്ക് തന്നെ എന്നെ വിളിച്ച് എഴുന്നേപ്പിക്കും. ഞാൻ ഈ കട പൂട്ടി കിടക്കുമ്പോ എങ്ങനെയായാലും 2 മണിയാവും. ചിലപ്പോ കടയിൽ തന്നെ കിടന്നുറങ്ങും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലല്ലോ, ലഞ്ചും ഡിന്നർ മാത്രമാണോ?
ഉച്ചക്ക് ഉണ്ടായിരുന്നു. ഡിന്നർ മാത്രമല്ലേ ഉള്ളൂ? ഇപ്പൊ വൈകുന്നേരം മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ഉച്ചക്ക് രാവിലത്തെ ഭക്ഷണം ഉണ്ടാവും. അതെല്ലാം കുക്കിംഗ് ഒക്കെ ഞാൻ തന്നെ, പുറത്തുനിന്ന് പണിക്കാരെ നിർത്തിയിട്ടില്ല. ലാഭമാണോ ഇത്? കുഴപ്പമില്ല. എന്ന് വെച്ചാല് ലാഭം എന്ന് പറഞ്ഞാല് ഹോട്ടൽ പണിക്കാർക്ക് ലാഭം ഉണ്ടാകാണ്ടിരിക്കുവോ? ഹോട്ടലിൽ നടത്തുന്ന ആൾക്കാർ. എന്നാലും ഞാൻ പറയുന്നത് കുറച്ചധികം ലാഭം അധികം ഉണ്ടാവൂല. നമ്മുടെ കണക്കിന് പണിക്കാശും കഴിച്ച് കടയുടെ വാടക, അപ്പൊ നമ്മുടെ ചെലവ് അതിൻ്റെ അകത്ത് കൂടി കഴിഞ്ഞു പോകും. എന്ന് വെച്ചാൽ എന്റെ കുടുംബത്തിൽ നിന്ന് ആര് വിരുന്നുകാർ വന്നാലും ഭക്ഷണം ഉണ്ടാക്കണ്ട, അതിന്ന് പോകും. എത്ര പേര് വന്നാലും തട്ടുകടയാണ് ലാഭം. ചെയ്യുന്നോണ്ടാണ് എന്താ അറിയോ, തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ ആ കോസ്റ്റ് ശരിക്കും കോസ്റ്റ് കണക്കാക്കുന്നത്, എത്ര ചെലവ് ഉണ്ടെന്നുള്ളത് കണക്കാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ എന്റെ ഡേ എത്രയാണ് നമുക്ക് ലാഭം കിട്ടുന്നത് അത് മാത്രമായി നോക്കുന്നത്. അതുകൊണ്ടാണ് കുഴപ്പമില്ല. പൊറോട്ടയൊക്കെ ഹോട്ടലിൽ ചെയ്തു 5 കിലോ മാവിന്റെ പൊറോട്ട ഇല്ല. ആ എഴുത്തുകാർ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ഒരാഴ്ചത്തേക്കൊക്കെ പൂട്ടിയിടേണ്ടി വരും. അവര് വെള്ളത്തിന്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് അത് കൊടുത്താൽ മതി എന്ന് പറയും. എനിക്ക് ആസ് പേഴ്സണൽ തിങ് ഞാൻ കണ്ടിരിക്കുക, മീൻസ് വാട്ട് ഐ ഫെൽറ്റ്, ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്, നമ്മളിവിടെ ആൾക്കാർ മുഴുവനും ഈ റെസ്റ്റോറൻറ്റിനാണ് ഈ ഹോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ഡിഫറൻസിയേഷൻ ഇവിടെ ഇല്ല അല്ലേ? എല്ലാ ഹോട്ടലാണ്, എല്ലാ ഹോട്ടൽ കമ്മ്യൂണിറ്റി വെക്കുന്നത് പോലും ഹോട്ടലിനാണ്. സോ അങ്ങനത്തെ ഒരു ഡിഫറൻസിയേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഹോട്ടൽസ്, സ്പെസിഫിക്കലി 5 സ്റ്റാർ ഹോട്ടൽസിൽ, അക്കോമഡേഷൻ ഉള്ള ഹോട്ടൽസിൽ ലേഡീസ് വർക്ക് ചെയ്യുമ്പം ഷിഫ്റ്റ് ഉണ്ടാവും. ബിക്കോസ് ദേ ഡോണ്ട് ക്ലോസ്, അവർ ക്ലോസ് ചെയ്യില്ലല്ലോ. അന്നേരം ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ ലേഡീസ് നൈറ്റിൽ ഇരിക്കുന്നുണ്ടാവും. അവർക്ക് കുറച്ച് ചാലഞ്ചസ് ഫേസ് ഉണ്ട്. മാമിന് എന്തെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടോ? ശരിക്കും അത് പുറമേ നോക്കുമ്പോഴാണ് അങ്ങനെ ചലഞ്ചസ് തോന്നുന്നത്. ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റിന് വരുന്നവരെന്താ പകലെല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ അവിടെ റഷ് കുറവാണ്. അപ്പൊ അവർക്ക് അവിടെ സ്ട്രെസ് ഒന്നും ഇല്ല. പിന്നെ കുറച്ച് ഓർഡേഴ്സ് ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് റൂം സർവീസ് ഓർഡേഴ്സ് ഒക്കെ ആയിരിക്കും 24/7 വരുന്നത്. അതല്ലെങ്കിൽ അവർക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. നല്ലത് അവരെ പ്രസൻസ് അവിടെ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നൈറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചലഞ്ചസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യും ലേഡീസിന് ഹോട്ടലിൽ സേഫാണ്, നല്ല ജോലിയാണ്, നമുക്ക് വളരെ പ്ലീസിങ് ആണ്, നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം. നമ്മുടെ വീട്ടിൽ എന്നും ഒരു ഫംഗ്ഷൻ നടക്കുന്ന പോലെയാണ് ഒരു ഹോട്ടലിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കാണും, ഹൈ പ്രൊഫൈൽ ലോ പ്രൊഫൈൽ എല്ലാം കാണും. പിന്നെ നമുക്ക് ഈ മാഡം ആശ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് നമ്മുടേതായിട്ട് നമുക്കൊരു ഫ്ലെയർ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ കൊടുക്കുക. ആ ഒരു സർവീസ് മെന്റാലിറ്റി നമുക്ക് കുറച്ച് കൂടുതലുണ്ട്. പിന്നെ നമ്മൾ പൊളൈറ്റ് ആണ്, പെട്ടെന്ന് ദേഷ്യം വരുമോ റൂഡാവോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നമുക്ക് അവർ കുറച്ചിങ്ങനെ സോബറാക്കി ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റും. കുറച്ച് സർവീസിൽ നമുക്ക് കുറച്ചും കൂടി തന്നെ നമ്മുടേതായിട്ടുള്ള തന്നെ കഴിവ് ഉണ്ട്, ഇൻബോൺ ആയിട്ടുള്ള അത്. അപ്പം നമുക്കത് ശരിക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഹോട്ടൽ. ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് വളരെ കുറച്ച് ലേഡീസ് ഉണ്ടായിരുന്നത്. ഇപ്പം ലേഡീസ് ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടികൾ ഇപ്പം 12th കഴിഞ്ഞിട്ട് ഡയറക്ട്ലി ഗോയിങ് ടു ഡിപ്ലോമ ഓൺ ഹോസ്പിറ്റാലിറ്റി. അതെ. അപ്പൊ അതിപ്പോ വളരെ അവർക്ക് മനസ്സിലായി സേഫാണ്. പിന്നെ നമുക്ക് യുവർ യൂണിഫോം, ഫുഡ്, എവറിത്തിങ് ഇസ് ടേക്കൺ കെയർ ഓഫ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ സെക്യൂർ ആണ്. നമ്മുടെയൊക്കെ 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ ഈ സെക്യൂരിറ്റിയും എല്ലായിടത്തും തന്നെ സെക്യൂരിറ്റീസ് ഉണ്ട്, സേഫാണ്. പിന്നെ ഏത് മേഖലയിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതെല്ലാം കുറച്ച് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ കുറച്ച് വരുന്നതൊക്കെ നമ്മൾ നിപ്പിട്ടുന്ന ബഡ് പറയുക, മുളയിൽ നിന്നുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി അപ്പം തന്നെ പറയുക. ഇത് വർഷങ്ങൾ വെച്ചതിന് ശേഷം അന്നങ്ങനെ ചെയ്തു അത് പറയാതിരിക്കുക എന്ന്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഒരു സൈഡിൽ വിമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞിട്ട് ആണുങ്ങൾ തന്നെ എംപവർ ചെയ്ത് നമ്മളെ ഒരു സ്ഥലം. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് മേളിൽ നമ്മളോട്ട് കയറുന്ന ഇഷ്ടമില്ല. നമ്മൾ എത്ര നല്ല ചെയ്താലും ആ അക്സെപ്റ്റൻസ് അത് പറ്റില്ല അവർക്ക്. അപ്പൊ അതുകൊണ്ടുള്ള ചലഞ്ചസ് ഒക്കെ വേറെ ഉണ്ടാവും. അത് ഫേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലെവലില് പിന്നെ മെന്നിന്റെ, അതായത് മെയിൽസിന് മുകളിൽ നമ്മൾക്ക് സെക്ടറാണ് നമ്മുടെ ഹോസ്പിറ്റൽ. നമ്മളുടെ അങ്ങനെയാണ്. അപ്പൊ നമുക്കത് എന്നാല് അവരിലൂടെ കയറി പോകണമെങ്കിൽ ചലഞ്ചസ് ഒത്തിരി വരുമായിരിക്കും. പക്ഷെ
കൂടുതൽ ആൾക്കാർ അവിടെ വെച്ചൊക്കെ നിർത്തും. അത് ചെയ്യരുത്, കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ട് അത് നമ്മളൊന്ന് പേഴ്സ് ചെയ്ത് fight ഫൈറ്റ് ചെയ്ത് ചെയ്തിട്ട് തന്നെ നിൽക്കണം. തന്നെ ഇടിച്ചിടിച്ച് നിൽക്കണം എന്ന് പറയത്തില്ലേ. ഞാൻ ഐ ബിലീവ് ദാറ്റ്. എന്നാലും നമുക്കൊരു ഇതുണ്ടാവും, എന്നാലും നമ്മൾ എത്തേണ്ട അടുത്ത് എത്തുള്ളൂ. എത്തേണ്ട അടുത്ത് എത്തുകയും ചെയ്യും, നമുക്കൊരു റെസ്പെക്ട് കിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വിത്തിൻ ദ ഫാമിലി ആൻഡ് ഔട്ട്സൈഡ്. അതെ. ഇല്ലേ? അതല്ലേ അല്ലേ? പക്ഷേ ഒത്തിരി ആളുകൾ അത് എന്താ പറയാ ഡ്രോപ്പ് ചെയ്യും. നമുക്ക് അങ്ങനെ കുറച്ച് challenge എടുക്കാൻ പറ്റില്ല. കാര്യം ബിക്കോസ് അവർക്ക് അവരുടെ ഫാമിലിന്ന് ഒരു സപ്പോർട്ട് കിട്ടണം. ഇനി അവർക്ക് മെന്റലി അവർ ഒന്ന് കുറച്ച് സ്ട്രോങ് ആവണം. അത് ഫാമിലിന്ന് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മെന്റലി സ്ട്രോങ് ആവും. പക്ഷെ നമ്മൾ ഇവിടുത്തെ അതെ, ചിലപ്പോ ഈ പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്യുന്നത്, സ്ലീപ്പ് ഇറ്റ് ഓവർ. അത് നമ്മൾ അതിനെ പറഞ്ഞ് വലുതാക്കി അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ കുറച്ചുകൂടി ക്ഷമയും കാര്യങ്ങളുണ്ടാവുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പോവാ. ചലഞ്ച് ഇല്ലാത്ത ആർക്കാണ്? എല്ലാ ഫീൽഡിലും നമ്മൾ വെറുതെ വീട്ടിലിരുന്നാലും ചലഞ്ചാണ്, എല്ലാം ഉണ്ട്. അപ്പൊ അതിന്നൊക്കെ നമ്മൾ സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് തന്നെ നമ്മുടേതായിട്ട്, നമ്മൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്, നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. ശരിക്കും നമുക്ക് സന്തോഷം എടുക്കാൻ പറ്റും, ദേഷ്യം എടുക്കാൻ പറ്റും. അസോസിയേഷനിൽ കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് എന്തുകൊണ്ടാണ് മിക്സിക്ക് പ്രീതി, മീനു നമ്മൾ പറയാം മൾട്ടി ടാസ്ക് ആണ് ലേഡീസ്, അതുകൊണ്ടാണ് മിക്സിക്ക് അങ്ങനെ പേരിട്ടേക്കുന്നത്. വെരി നൈസ് എക്സാമ്പിൾ. സത്യം പറഞ്ഞാൽ നമ്മള് ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ ചെയ്തൊരു വിന്നിംഗ് പൊസിഷനിൽ എത്തുമ്പോൾ നമ്മള് ഒത്തിരി അപ്രീസിയേറ്റ് ചെയ്യാനൊക്കെ ആളുകൾ. പക്ഷെ ആ ജേർണി ഭയങ്കര ഹാർഡാണ്. ആ ജേർണിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തളർന്നു പോകുമ്പോൾ മേ ബി സെൽഫ് മോട്ടിവേറ്റഡ് ആവണം. നമ്മളങ്ങനെ അധികം മോട്ടിവേറ്റ് ചെയ്യാനോ നമ്മുടെ കഴിവിൽ വിശ്വസിക്കാനോ ചിലപ്പോൾ ആളുകൾ ഉണ്ടായെന്ന് വരില്ല. നമ്മൾ തന്നെ ഒരു വിൽ പവർ ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു സെൽഫ് മോട്ടിവേഷൻ ഇതിലൂടെ പോയില്ലെങ്കിൽ ചിലപ്പോൾ ആ ജേർണി ഭയങ്കര ഹാർഡായി അവിടെ വരെ എത്തില്ല എന്ന് പറയാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മൾ കൈയടിക്കാൻ ഒത്തിരി ആൾക്കാർ കുറേ ഉണ്ടാവും. നമ്മൾ ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്താൽ ഒരു പറഞ്ഞതല്ലേ നടക്കില്ല, പിന്നെ എന്തിനാണെന്നൊക്കെ ചോദിക്കും. ഡിസ്കറേജ് ചെയ്യാനുള്ള അതെ, നമുക്ക് ചലഞ്ചസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെ കൺസോൾ ചെയ്യുന്ന ആൾക്കാ പോണേ, അയ്യോ മോളെ അന്നാ അങ്ങനെ. പക്ഷെ അവരുടെ അടുത്തല്ല നമ്മൾ പോകേണ്ടത്, അത് റോങ് ഡെസിഷനാണ്. അവർ അത് നമ്മൾ തെറ്റാണെന്നോ അല്ലെങ്കിൽ നമുക്ക് ധൈര്യം തരുന്ന രീതിയിൽ നമ്മളെ തന്നെ കുറച്ച് കുറ്റപ്പെടുത്തുകയും തല്ലും തലോടും ഒക്കെ തരുന്ന ആ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്കാർ, അതുമായിട്ട് ഫേസ് ചെയ്ത ആൾക്കാരടുത്ത് വേണം പോകാനായിട്ട്. അതല്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ എപ്പോഴും അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ താഴോട്ട് തന്നെ പോകും. നമ്മുടെ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് അവര് വളരെ സ്കിൽഡ് ആയിരിക്കും, പക്ഷെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു എംപ്ലോയറോടുള്ള ലോയൽറ്റി അതൊന്നും അവരുടെ ഉള്ളിലില്ല. അപ്പൊ അവർ വളരെ സ്കിൽഡ് ആണ്, പക്ഷെ അവരെ റിറ്റൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് അങ്ങനെ ലോയൽറ്റി ഇല്ലാത്ത കാരണം ഇന്ന് നമ്മളിപ്പോ ഇന്നോട് വർക്ക് ചെയ്യുന്നു, നാളെ വേറൊരു ജോബ് ഓഫർ വന്ന ഓവർനൈറ്റ് ഒരു ഗുഡ് ബൈ പോലും പറയാതെ നമുക്ക് എത്ര ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ പോലും അവർക്ക് അവര് ഡിസപ്പിയർ ആവും. പണ്ടത്തെ നമ്മുടെ ഈ ലോയൽറ്റി, റെസ്പെക്ട് അതൊന്നും ഇല്ല. ഇപ്പൊ എംപ്ലോയീസിനെ കിട്ടുന്നില്ല. സെയിൽസ് മാർക്കറ്റിങ്ങിലൊന്നും ആരും ഇല്ല. നമ്മൾ എത്ര കൊടുത്താൽ പോലും ആൾക്കാരില്ല. പിന്നെ നമുക്ക് പിള്ളേരെല്ലാം പോവല്ലേ, പുറത്തു പോവല്ലേ. അപ്പം നമുക്ക് അവിടെ പോയിട്ട് എന്ത് മീനിൽ ജോബ് ചെയ്യാനും അവർ തയ്യാറാണ്. എൻ്റെ അടുത്തൊരു കുട്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞ വെൽ ടു ഡു ഫാമിലിയാണ്. അപ്പം നിങ്ങൾ എന്തിനാണ് അവിടെ പോകുന്നത്? അപ്പം അയാൾ പറയുന്നത് എനിക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ് മാഡം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ പുറത്ത് പോയിട്ട് ടോയ്ലറ്റ് വേണമെങ്കിലും കഴുകും, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഇവിടെ നാട്ടിൽ ഞാൻ ചെയ്യൂല, എന്നെ ആൾക്കാർ കളിയാക്കും. പണ്ടത്തെ നമ്മുടെ ഈ ലോയൽറ്റി, റെസ്പെക്ട് അതൊന്നും ഇല്ല. ഇപ്പൊ എംപ്ലോയീസിനെ കിട്ടുന്നില്ല. സെയിൽസ് മാർക്കറ്റിങ്ങിലൊന്നും ആരും ഇല്ല. നമ്മൾ എത്ര കൊടുത്താൽ പോലും ആൾക്കാരില്ല. പിന്നെ നമുക്ക് പിള്ളേരെല്ലാം പോവല്ലേ, പുറത്തു പോവല്ലേ. അപ്പം നമുക്ക് അവിടെ പോയിട്ട് എന്ത് മീനിൽ ജോബ് ചെയ്യാനും അവർ തയ്യാറാണ്. എൻ്റെ അടുത്തൊരു കുട്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞ വെൽ ടു ഡു ഫാമിലിയാണ്. അപ്പം നിങ്ങൾ എന്തിനാണ് അവിടെ പോകുന്നത്? അപ്പം അയാൾ പറയുന്നത് എനിക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ് മാഡം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ പുറത്ത് പോയിട്ട് ടോയ്ലറ്റ് വേണമെങ്കിലും കഴുകും, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഇവിടെ നാട്ടിൽ ഞാൻ ചെയ്യൂല, എന്നെ ആൾക്കാർ കളിയാക്കും. അപ്പൊ ഇവിടെ എല്ലാവരും വൈറ്റ് കോളർ ജോബ്, അത് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. നീ ഇത് ചെയ്യാണോ എന്നുള്ള നമ്മുടെ ആ ഒരു ചിന്താഗതി. പക്ഷെ ഇപ്പം കുറച്ച് മാറിയിട്ടുണ്ട്. കുറേ ആൾക്കാർ ഈ ഡിഗ്നിറ്റി ഓഫ് ലേബർ കുറച്ച് കുറഞ്ഞിട്ട് ഇപ്പം യൂബർ ഓടിക്കുന്നത്, സ്വിഗ്ഗിയിലൊക്കെ പിള്ളേർ. പക്ഷെ അത് വളരെ വേറൊരു തരത്തിൽ സ്പോയിലാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്ക് ആ ക്വിക്ക് മണിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യണം. അവരുടെ കോസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നില്ല, അവരുടെ ഹെൽത്ത് നോക്കുന്നില്ല, ഒന്നും നോക്കില്ല. അതൊരു വേറൊരു രീതിയിലോട്ട് പോവാം.
ഇതൊരു ഹ്യൂജ് ചലഞ്ച്. പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അതായത് പക്ഷേ അതേപോലെ ഒരു എഡ്യൂക്കേഷന് വേണ്ടി ഫാമിലിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യാൻ നോക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അത് നല്ലതാണ്. അത് വളരെ റെയർ ആയിട്ടേ ഉള്ളൂ. ചിലർ ആ ഒരു മണി കിട്ടുന്ന കാണുമ്പോൾ പിന്നെ അവരുടെ പഠിത്തം ഡ്രോപ്പ് ഔട്ട്, പഠിക്കാനാണ് വരുന്നത്, പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇതിൽ 100% ഫോക്കസ് ഇതിലാവും. സ്റ്റഡി അതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ ചെയ്യാം. പക്ഷേ യൂറോപ്യൻ കൺട്രീസിൽ കണ്ടിട്ടുണ്ടോ, അവര് പിന്നെ ഹൈ എഡ്യൂക്കേഷനിൽ പോകുമ്പോൾ പാർട്ട് ടൈം ചെയ്തിട്ട് അവരെ എഡ്യൂക്കേഷൻ ഫീസ് അത് ഇവിടുന്ന് പോകുന്നവർ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അവർക്ക് 20 hours വർക്ക് ചെയ്യാം, പിന്നെ ബാക്കി പഠിക്കാം. അവര് തന്നെ ദേ വിൽ മെയിൻറ്റെയിൻ. പക്ഷെ ഇപ്പൊ ഇവിടെ കഴിഞ്ഞാൽ അവരങ്ങനെയാണല്ലോ. നമ്മളിവിടെ എന്തോ 18 years കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതുകൊണ്ട് അവരങ്ങനെ ചെയ്യാനല്ല ട്രൈ ചെയ്യുമ്പോൾ നമുക്കത് വലിയ സംഭവം പോലും. പക്ഷെ അവിടെ അങ്ങനെയല്ല. 18 years കഴിയുമ്പോഴേ കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആവുകയാണ്. അങ്ങനെ പോയില്ലെങ്കിലാണ് അവർക്ക് പ്രോബ്ലം. ഇവിടുന്ന് പോകുന്ന കുട്ടികളും ഹൈ എഡ്യൂക്കേഷൻ ഇപ്പൊ അങ്ങനെ ചെയ്യണത്. ലോട്ട് ഓഫ് പീപ്പിൾ എനിക്കറിയുന്ന കുട്ടികൾ വർക്ക് ചെയ്തിട്ട് പഠിക്കുന്നത്. വർക്ക് ചെയ്ത് ലിവിങ് എക്സ്പെൻസ് കുട്ടികളെ കണ്ടെത്തുന്നത്. ബിക്കോസ് എല്ലാവരും 40-45 ലക്ഷം കൊടുക്കാൻ. പിന്നെ വേറൊരു ചലഞ്ച് നമ്മളൊക്കെ നമ്മളൊക്കെ ഏരിയയിൽ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. ചില സമയത്തൊന്നും നമുക്ക് ഈ നമ്മുടെ മുനിസിപ്പാലിറ്റി വാട്ടറൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ വെള്ളത്തിന്റെ ശുദ്ധജലം അവൈലബിൾ അല്ലാണ്ട് വരും. അപ്പൊ അവിടെയൊക്കെ എനിക്കറിയാം റെസ്റ്റോറൻറ്റ്സ് ഒക്കെ 1-2 ദിവസമൊക്കെ പൂട്ടിയിട്ടതായിട്ട് നമ്മൾ ഓർക്കാം. 1-2 ദിവസം വെള്ളമില്ലെങ്കിൽ ഏറ്റവും അധികം ബാധിക്കപ്പെടുന്നത് റെസ്റ്റോറൻറ്റ്സ്. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല, ഭക്ഷണം സെർവ് ചെയ്യാൻ ഒന്നും പറ്റില്ല. 2-3 ദിവസമൊക്കെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത അവസ്ഥ വന്നിട്ടുണ്ട് ശുദ്ധജലം കിട്ടാതെ. അതൊക്കെ എന്നാ തദ്ദേശ സ്വയംഭരണ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ അവരുടെ അതത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ എൻഷുർ ചെയ്യാൻ പറ്റാത്ത നമ്മൾ റെസ്റ്റോറന്റ് ഉടമകൾ ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ എനിക്കറിയില്ല, എറണാകുളം സൈഡിലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരാറില്ല. വലിയ വാട്ടർ മുനിസിപ്പാലിറ്റി. പക്ഷെ അപ്പോഴും നമ്മൾ ഇഷ്യൂസ് ഫേസ് ചെയ്യും. ഈ വാട്ടർ അതോറിറ്റിയുടെ വർക്ക് നടക്കുമ്പോൾ റോഡ് കുത്തിപ്പൊളിച്ചിട്ടാണെങ്കിൽ ഈ പറഞ്ഞ വണ്ടി വരില്ല. ഈ വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ടാണ് റോഡ് കുത്തിപ്പൊളിക്കുന്നത്. സോ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഇല്ല, ടാങ്കർ വരില്ല. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ 6000 ടാങ്കറിന് വിളിക്കുന്നതിന് 2000 വിളിക്കണം. 2000 വിളിക്കുമ്പോൾ ഒരു ദിവസം 2 അടിക്കേണ്ടി വരും. ഡബിൾ ചാർജ് ആണ് അതിന് വരുന്നത്. അങ്ങനത്തെ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു നോട്ടീസ് പോലും തരില്ല. ചില ദിവസം ചില ടൈമിൽ നോട്ടീസ് തരും, അന്ന് പമ്പിങ് ഉണ്ടാവും ചെയ്യും. നോട്ടീസ് തരാത്ത ദിവസങ്ങളിൽ പമ്പിങ് ഉണ്ടാവുമില്ല. അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കാനും ഫുഡ് നമ്മൾ ഉണ്ടാക്കും. ഈ ടാങ്കർ വിളിച്ചിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ബോട്ടിൽ വെള്ളം വാങ്ങിക്കും. അപ്പൊ നമ്മൾ 10-15 ബോട്ടിൽസ് ഒക്കെ വെള്ളം വാങ്ങേണ്ടി വരും. ബാക്കപ്പ് വെക്കാറുണ്ട്. നമുക്ക് ഞങ്ങൾക്ക് ക്ലൗഡ് കിച്ചൺ ആകുമ്പോൾ നമുക്ക് എഗ്രിമെന്റ് ആണ്. നമ്മുടെ വീട്ടിൽ ഈവൻ ആരെങ്കിലും മരിച്ചാൽ പോലും നമ്മൾ അവർക്ക് എഗ്രിമെന്റ് പ്രകാരം നമുക്ക് ഫുഡ് കൊടുത്തിരിക്കണം. ഓക്കെ, അങ്ങനെ നമുക്കൊന്നും ഒരു കാരണവശാലും ഫുഡ് ഇല്ല എന്ന് പറയാം. ഈവൻ ഹർത്താല്, കൊറോണ, ഈ സമയത്തൊക്കെ നമ്മൾ ബോർഡ് വെച്ചിട്ടാണ് ഫുഡ് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അത് ഫേസ് ചെയ്ത് അവർക്ക് ആ ടൈമിൽ നമ്മൾ ഫുഡ് എത്തിക്കണം. ഈവൻ ഒരു 10 minutes ലേറ്റ് ആകും. അവരോട് വിളിച്ച് പറയാം ഇന്നൊരു ഇഷ്യൂ ഉണ്ട് എന്ന് പറയാം. ബിക്കോസ് അവർക്കും എന്താണെന്ന് വെച്ചാൽ അവർ സ്റ്റാഫാണ്, അവർക്കൊരു ടൈമുണ്ട്, ഫുഡ് കഴിക്കുന്ന ഒരു ടൈമുണ്ട്. നമുക്ക് വിശക്കുമ്പോൾ പോയി കഴിക്കുന്ന പോലെ അവർക്ക് കഴിക്കാൻ പറ്റില്ല. അവർക്ക് ഫുഡിന് ഒരു 1 to 1:30 അല്ലെങ്കിൽ 2 o'clock എന്ന് പറഞ്ഞാൽ ഒരു ഷിഫ്റ്റ് അനുസരിച്ച് അവർ വന്ന് കഴിക്കണം. അപ്പൊ ആ ടൈമിൽ ഫുഡ് എത്തിച്ചു കൊടുക്കാന്നുള്ളത് നമുക്ക് ഭയങ്കര ചലഞ്ചാണ്. അപ്പൊ അവിടെയാണ് ഈ പറഞ്ഞ ഇഷ്യൂസ്. ഓഫീസുകളിലൊക്കെയാണ് ഈ ക്ലൗഡ് കിച്ചൺ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ അത് തന്നെ. പക്ഷേ ഇറ്റ് ഈസ് നെയിംഡ് ആസ് ക്ലൗഡ് കിച്ചൺ. അതായത് ഇപ്പൊ നമ്മള് ഒരു കമ്പനിയുടെ സ്റ്റാഫിന് എംപ്ലോയർ തന്നെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആ എംപ്ലോയിക്ക് നമ്മളായിരിക്കും ഫുഡ് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ പല റെസ്റ്റോറൻറ്റ്സിനും അവിടുത്തെ സ്റ്റാഫ്സിന് റെസ്റ്റോറൻറ്റ്സ് ഫുഡ് കൊടുക്കില്ല. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാകും അവരുടെ സ്റ്റാഫിന് നമ്മൾ പുറത്തുനിന്നാണ് ക്യാന്റീൻ ഇല്ലാത്ത പ്ലേസസ് അല്ലേ. അപ്പൊ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യും അവർ. അപ്പൊ അതൊക്കെ എഗ്രിമെന്റ് ആണ്. 1 year 2 year എഗ്രിമെന്റ് ആകുമ്പോഴേക്കും ഡെയിലി ഫുഡ് സപ്ലൈ ഡെയിലി മെനു ഓൾറെഡി ഈ റെസ്റ്റോറന്റ് യു ഹാവ് ഗോട്ട് അല്ലേ. അല്ല, നമുക്ക് പലപ്പോഴും എംപ്ലോയീസ് ഡിസപ്പിയർ ആകുമ്പോൾ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. രാവിലെ നോക്കുമ്പോൾ അപ്പൊ ചിലപ്പം നമ്മൾ തന്നെ കയറി ഓരോരോ സാധനം ഉണ്ടാക്കേണ്ടി വരും. നമ്മൾ അവരുണ്ടാക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മെനുവിലുള്ള കാര്യങ്ങൾ നമ്മളും പഠിച്ചിരിക്കണം. കാരണം നമ്മളൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പലപ്പോഴും നമ്മളിപ്പം ചെയ്ത് വരുന്നുണ്ട്. കാരണം അവരൊക്കെ ഇങ്ങനെ ഓവർനൈറ്റ് ഡിസപ്പിയർ ആവും. അതെ, ഒരു ദിവസം ഞാനൊരു ഹോട്ടലിൽ GM ഒരു ഷെഫ് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പഴംപൊരിയും ചായയായിരുന്നു അവരുടെ ഒരു റിക്വയർമെന്റ്. ബാക്കി കുക്കീസൊക്കെ ആയിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഷെഫ് ഇത് മറന്നുപോയി. ഷെഫ് എന്നിട്ട് പോയിട്ട് ഷെഫിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്കും
വരുമ്പോഴത്തേക്ക് ഭാഗ്യത്തിന് മാരിനേറ്റ് ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്ക് ചെയ്താൽ മതി. ഒരു ട്രെയിനിൽ പയ്യൻ മാത്രമേ ഉള്ളൂ, 10-60 പേരുണ്ട്. ഞാൻ ഈ ബ്രേക്കിൻ്റെ ടൈമും കൂടെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും തിരിച്ചെത്തിയിട്ടില്ല. പിന്നെ എനിക്കൊന്നും നോക്കാൻ പറ്റില്ല. ഞാൻ കയറി അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഷെഫ് പറയാ, അതെ ഞാൻ മുടിവെട്ടാൻ കയറിയതാണ് കേട്ടോ, ഫോൺ എടുത്തില്ല എന്ന്. എന്നാലും കണ്ടിജൻസി വരുമ്പോൾ നമ്മൾ എക്വിപ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. എന്തും ചെയ്യണം, നമുക്കും എന്തും ചെയ്യണം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സിൽ നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ ഈ സർവീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു ദിവസം ഒരു കല്യാണം, വലിയൊരു കല്യാണം നടക്കാം. അപ്പോഴത്തേക്കും ഈ എത്ര ഫുഡ് കൊണ്ടുവന്നാലും എത്തത്തില്ല സെർവിങ് ചെയ്യാനായിട്ട്. അപ്പം ഞാനൊരു പ്രാവശ്യം ഈ ബുഫെ കൗണ്ടറിന്റെ പുറത്തുനിന്ന് 2 സ്പൂൺ ഇട്ട് ഇങ്ങനെ സെർവ് ചെയ്യുന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ 10 പേര് എന്നെ കാണാനായിട്ട് വന്നു. അപ്പോൾ പിള്ളേർ ഞാൻ, മാഡം അവിടെയാണ് സാറ്, ഇവിടെ വരും എന്ന്. പക്ഷെ ഇവർ കാണാൻ വന്നു, ഇവർ ഞെട്ടിപ്പോയി. ഞാൻ ഒരു ഹോട്ടലിലെ ജനറൽ മാനേജർ സെർവ് ചെയ്യാൻ ഞാൻ പിന്നെ അങ്ങനെയൊന്നും നോക്കില്ല. ഞാൻ ജനറൽ മാനേജറാണ്, അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കണം എന്നുള്ളതല്ല. അപ്പം നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മളത് തയ്യാറാവണം എന്തും ചെയ്യാനായിട്ട്. ഫുഡ് ആവുമ്പോ നമുക്ക് അത് കഴിക്കാൻ വേണ്ടി അതാ ഞാൻ ചോദിച്ചത്, ഫുഡില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ഹർത്താലൊക്കെ വരുമ്പോ ഹർത്താൽ വരുമ്പോ അതുപോലെ വെള്ളം പ്രശ്നം വന്നിട്ട് വെള്ളം കിട്ടാതെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ആളുകൾ ഫുഡ് കഴിക്കാൻ ആ റെഗുലർ ടൈമിൽ വരുമ്പോ നമ്മള് ഫുഡ് ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെന്റലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മള് എന്താ പറയുക, ഒരു ഈ റെസ്റ്റോറന്റ് ഇഷ്ടപ്പെട്ട് റെസ്റ്റോറൻറ്റ്സ് നടത്തുന്ന എല്ലാവരും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ വയറും മനസ്സും നന്നാണ്. അപ്പൊ നമുക്ക് റെഗുലർ ആയിട്ട് വരുന്നവരുണ്ട്. അപ്പൊ അവരുടെ ഫുഡില്ല, അതിന് റീസൺസ് കൊണ്ട് ഫുഡില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരാറുണ്ട്. നമുക്കിപ്പോ നമ്മുടെ കൺട്രോൾ അല്ലാത്ത ചില ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലാതെ നമ്മൾ അങ്ങനെ എല്ലാവരും അടയ്ക്കാറില്ല ഒരിക്കലും. ചില ടൈമില് നമ്മള് ഉണ്ട്. വെള്ളമില്ലാതെ വരുമ്പോ നമുക്ക് 1 or 2 days നമ്മുടെ സ്റ്റോറേജ് എല്ലാം പോയി വാട്ടർ ടാങ്ക് ഒന്നും കിട്ടാതെ വരുമ്പം അടച്ചു. കൊറോണ വന്ന ടൈമിൽ അങ്ങനെയൊക്കെ അടച്ചിട്ടുണ്ടോ. ഹർത്താൽ വരും. ചില ഹർത്താലിലൊക്കെ നമ്മുടെ റെസ്റ്റോറൻറ്റ്സ്, ഫാർമസീസ് എല്ലാം ഒഴിവാക്കുമെങ്കിലും ചില ഹർത്താലിനെല്ലാം ചെയ്യില്ല. നമ്മള് അടയ്ക്കേണ്ട വന്നിട്ടുണ്ട്. ഡിമാൻഡ് സപ്ലൈന്റെ ഇഷ്യൂ കൊണ്ട് എപ്പോഴെങ്കിലും ഇല്ല, അത് അങ്ങനെ വരാറില്ല. നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാക്കിയത് നിസ്സാര കാര്യത്തിന് ആളുകള് ലൈക്ക് അവരുടെ ഈ പ്രത്യേകിച്ച് വിഷമങ്ങളെ വരുമ്പോഴായിരിക്കും ചിലപ്പോ ഇമോഷൻസിന്റെ നമ്മൾ പറയില്ല ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് മനുഷ്യന്റെ വിശപ്പാണ്. ഈ വിശന്ന് നമ്മളൊരു വിശന്ന് ഭ്രാന്ത് പിടിച്ച് വരുമ്പോ അവർക്ക് ചിലപ്പോ ഒരു നിസ്സാര കാര്യത്തിന് ഈ റെസ്റ്റോറന്റ് ഓണേഴ്സിനോടൊക്കെ അവര് അബ്യൂസ് ചെയ്യും, അറ്റാക്ക് ചെയ്യുന്നൊക്കെ നമ്മള് കാണാറ്. പക്ഷെ അവർക്ക് അവരുടെ കസ്റ്റമേഴ്സാണ്, അവർക്കൊരു അവരെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഉള്ള രീതിയിൽ പോകാനേ പറ്റുള്ളൂ. കസ്റ്റമേഴ്സ് അങ്ങനെയല്ലല്ലോ. അവര് വന്ന് ഭക്ഷണമില്ല, ഇവിടെ തീർന്നു പോയോ, അതായത് ഒത്തിരി റെസ്റ്റോറന്റ് ഓണേഴ്സ് അങ്ങനെ അനുഭവിക്കാറുണ്ട്. റെസ്റ്റോറന്റ് ഓണേഴ്സ് എപ്പോഴും സഫർ ചെയ്യുന്ന ആളുകളാണ്. എംപ്ലോയി ഇല്ലാണ്ട് സഫർ ചെയ്യുന്നു, പിന്നെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ 2 രീതിയിൽ നിന്നും വിഷമിക്കുന്ന ഒരു കൂട്ടരാണ്. പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറി വരും. നമ്മൾ ഈ വർഷം നമ്മുടെ ലൈസൻസിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞൊക്കെ ചെയ്തു. നെക്സ്റ്റ് ലൈസൻസ് പുതുക്കാറാവുകയും ഡിഫറൻസ് അപ്പൊ ഇപ്പൊ ചെയ്ത് മാത്രം എല്ലാം പോകും, അടുത്ത സെറ്റപ്പ് ചെയ്യണം. അപ്പൊ ഇവര് ഈ കുറെ നാളിന്റെ പുറം നടന്ന് നമുക്ക് ശരിയായി കിട്ടുള്ളൂ. അപ്പൊ അത് കഴിയുമ്പോഴായിരിക്കും ഓക്കെ പറഞ്ഞത് അടുത്ത കുറച്ചുകൂടെ വേണം, അത് വേണം, പുതിയ ടാക്സ് വേണം, അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നോണ്ട്. ശരിക്കും ഇത് ഗവൺമെന്റിന്റെ, അതേപോലെ നിങ്ങൾ ഹോട്ടലിൽ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല, ഡ്രൈ ഡേ എന്ന് പറഞ്ഞൊരു സാധനം. അപ്പൊ നമ്മൾ ഈ ഹോട്ടലില് ആൾക്കാർ എത്രയോ നാളുകൾക്ക് മുമ്പേ ആയിരിക്കും ഒരു കോൺഫറൻസ് ഒക്കെ ബുക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും അയ്യോ ഇന്ന് ഡ്രൈ ഡേ ആണ്, ഇന്ന് ബാങ്കറ്റ് ഫംഗ്ഷൻ, നിങ്ങൾക്ക് ഡ്രിങ്ക്സ് തരില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ അത് നമ്മൾ എത്ര പ്രാവശ്യം ചലഞ്ച് ചെയ്തിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അതിനൊന്നുമില്ല, അത് അങ്ങനെ വെക്കണം. അപ്പൊ അതുപോലെ നമുക്കിപ്പോ ഡ്രൈ ഡേ, ഹർത്താൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആണുങ്ങൾ കുടിക്കാതിരിക്കും ആ ദിവസം, അത് കൂടുതൽ കുടിക്കും, അത് തലേദിവസം കൂടുതൽ വാങ്ങിച്ചു വെക്കും. അപ്പം ഹർത്താലാണെങ്കിൽ അവിടെ നിന്ന് കുടിക്കും. ഈ ഡ്രൈ ഡേ, നാളെ ഡ്രൈ ഡേ ആണെന്നുള്ളത് അവർ നേരത്തെ തന്നെ ഓർത്ത് നേരത്തെ വാങ്ങിച്ചു വെച്ചാൽ അതിൻ്റെ അധികമായിട്ട് കൂടുതലാണ് കഴിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഹോട്ടലിൽ വരുന്ന ഒരാളിന് ഡ്രൈ ഡേ അറിയണ്ട. ഇൻബൗണ്ട് വേറെ രാജ്യത്ത് നിന്ന് വരുന്ന, വേറെ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. ഈ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും പറയത്തില്ലേ, ഒരു 2 പെഗ് അടിക്കുന്നത് നല്ല ആരോഗ്യത്തിന് നല്ലതെന്ന് ഡോക്ടേഴ്സ് പോലും പറയാറുണ്ട്. അവരുടെ നിങ്ങളിന്ന് കുടിക്കരുത്, നിങ്ങൾ കേരളത്തിലാണ്, നിങ്ങളിന്ന് കുടിക്കരുത്, ഞങ്ങൾക്ക്
പറ്റത്തില്ല. അത് എന്തൊരു ന്യായമാണെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. അത് എന്താണത്, അതിന്റെ ലോജിക്ക് എന്താണ് ഡ്രൈ ഡേ വന്നു കഴിഞ്ഞാൽ ഹോട്ടൽ ടൂറിസത്തിന് അത് ഭയങ്കരമായിട്ട് ആണല്ലോ. അത് എത്രയോ കോൺഫറൻസ് ഇവിടെ നിന്ന് സിംഗപ്പൂരിലോട്ടും ശ്രീലങ്കയിലോട്ടും ഒക്കെ പോയിട്ടുണ്ട് ഈ കാരണം കൊണ്ട്. അത് മനസ്സിലാകുന്നില്ല അതിന്റെ ഒരു ലോജിക്ക് എന്താണ്. ഇന്ത്യയിലൊന്നും നടക്കുന്ന കാര്യമില്ല. മറ്റുള്ള സ്ഥലങ്ങളിൽ ഫ്രീ ആയിട്ട് എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ ക്യൂ നിന്ന് വാങ്ങിക്കുന്ന എന്തുകൊണ്ടാ അവിടെ ഇത് റെസ്ട്രിക്ഷൻസ് അത് ഇത്. പക്ഷെ മറ്റിടത്ത് അങ്ങനെയല്ല. ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ഡൽഹിയിൽ ഞാൻ കണ്ടിട്ട് വരെയുണ്ട്, ഒരു ചെറിയൊരു പെട്ടിക്കടയിൽ പോയി ഇങ്ങനെ ബിയറൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കും. നമ്മളിപ്പം സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്ന പോലെ അവർക്കത് അവിടെ നിന്ന് തന്നെ കഴിക്കാവുന്നതാണ്. ഇവിടെ എല്ലാ റെസ്ട്രിക്ഷൻസ് ഇങ്ങനെ ഇത് ഒട്ടും എനിക്ക് മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. ഹ്യൂജ് ലോസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ഞങ്ങളുടെ നിയമം. പിന്നെ ഹോട്ടൽസിന് ഇറ്റ്സ് എ ഹ്യൂജ് ലോസ് ബിക്കോസ് ഞങ്ങളും കോൺഫറൻസസിന് വേണ്ടിയിട്ട് വി ഹാഡ് ഇഷ്യൂസ്. അതെ, ഈവൻ നടക്കുമ്പോഴത്തേക്ക് അറിയാം, എസ്പെഷ്യലി ഈവൻസ് അവിടെ നിന്ന് കുടിക്കരുത് ഇവിടെ നിന്ന് കുടിക്കരുത്. ഈവൻ എല്ലാം ഇത് ഡ്രൈ ഡേ അത് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു അതെല്ലാം ബ്ലാക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇവിടെ ഡ്രൈ ഡേ വെറുതെ ഒരു പ്രസരം പോലെ കാണിക്കുന്നതാണ്. എന്ത് അതുകൊണ്ട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് നമ്മുടെ നാട്ടില് നമ്മളൊക്കെ ടൂറിസ്റ്റ് ആയിട്ട് പോകുമ്പോ അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഇവിടെ എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ നമ്മള് വേറെ വഴിയിൽ പോയി കണ്ടെത്തണം. അത് ലോജിക്കലല്ല. ഇതെന്താണ്, നമ്മളെന്താ ഈ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ തോന്നിപ്പോകും ശരിക്കും പറഞ്ഞാൽ. ഇപ്പം എനിക്കൊരു ഓൾ ലേഡീസ് ലീഗ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും വലിയ വെബിൽ, അതായത് വാട്സപ്പിലുള്ള ഒരു നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പ് ഇൻ ദ വേൾഡ് ആണത്, ഓൾ ലേഡീസിൽ. അപ്പം ഞാൻ അതിനകത്ത് കുറേ ലേഡീസിനെല്ലാം ഇങ്ങനെ ആഡ് ചെയ്യും. അതിനകത്ത് പലരും തന്നെ ഒന്നും ചെയ്യാതിരിക്കുന്ന ലേഡീസ് തന്നെ ഇത് നമ്മൾ ഓരോരുത്തരും ഇത് ചെയ്യുന്നു, പിക്കിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവർ ചെയ്യും. എനിക്കറിയാം എന്തൊരു ട്രാൻസ്ഫർമേഷൻ ആ ലേഡീസിനുണ്ടായിരിക്കുന്നത്. ഒരു പണിയും ചെയ്തിരിക്കുന്നവർ ഇപ്പോൾ ബേക്ക് ചെയ്യുന്നുണ്ട്, കുക്ക് ചെയ്യുന്നുണ്ട്, പൊതിച്ചോറ് കൊടുക്കുന്നു, റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു. ഒരുപാട് പേർക്ക് അത് മോട്ടിവേഷനാണ്. കാരണം ഇത് നമ്മൾ ചെയ്യുന്ന ജോലിയാണ്. ഇപ്പം എല്ലാവരും പറയില്ലേ ഈക്വലാണ് ആണുങ്ങൾ അടുക്കളയിൽ കാരണം, അതൊക്കെ അതിനൊക്കെ വേറൊരു രീതിയാണ്. പക്ഷെ നമ്മൾക്ക് ജന്മസിദ്ധമായിട്ട് തന്നെയുള്ളൊരു കിട്ടുന്ന ഒരു കഴിവാണ്, അല്ല പരമ്പരാഗതമായിട്ട് തന്നെ നമുക്കുള്ളതാണ്. നമ്മുടെ കിങ്ഡമാണ് കിച്ചൺ. അപ്പം നമ്മളൊരു മുട്ട വെറുതെ പൊരിച്ച് കൊടുക്കുന്ന ഒരാണൊരു മുട്ട പൊരിച്ച് തരുന്നത് ടേസ്റ്റ് നോക്ക് വേറെ വ്യത്യാസം തന്നെ ഉണ്ടാവുമായിരിക്കും. നമ്മുടെ കൈപുണ്യം നമ്മുടെ ഇഷ്ടത്തോട് കൊടുക്കുന്നത്, നമ്മുടെ സ്നേഹത്തോട് കൊടുക്കുന്നതുകൊണ്ട് ഈ ഒരു മേഖലയിൽ ഏത് തരത്തിലും ഏത് സ്ത്രീക്കും കടന്നു വരാമെന്നാണ്. ഒരു 5 സ്റ്റാറിൽ തന്നെ ആകണം അങ്ങനെയൊന്നും ഇല്ല. ഏതിനകത്താണെങ്കിലും നമുക്ക് ഏതെങ്കിലും സ്ത്രീകൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം. പിക്കിൾ ഉണ്ടാക്കി കൊടുക്കാം, എന്തെല്ലാം സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കാം. കട്ട്ലേറ്റ് ഉണ്ടോ, എനിക്കറിയാം ഒരുപാട് പേര് മാത്രം ചെയ്യുന്നതുകൊണ്ട് ബേക്കറികളിൽ ഐറ്റംസ് ചെയ്യുന്നവരുണ്ട്. സമൂസ ഉണ്ടാക്കിയിട്ട് ഒത്തിരി പേര് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ മേഖലയിൽ സ്ത്രീകളുടെ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, വെദർ ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ്. ഓക്കെ, ഇപ്പം ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ ഇൻഡസ്ട്രീസിൽ ഞാൻ പറഞ്ഞ പോലെ റെസ്റ്റോറന്റ് നമ്മൾ റിലേറ്റഡ് ടോപ്പിക് തന്നെയാണ് സംസാരിച്ചത്. എല്ലാം ചലഞ്ചസ് തന്നെയാണ് പറഞ്ഞത്. കൂടുതലും ചലഞ്ചസ് ആണ് പറഞ്ഞത്. കൂടുതൽ ലോട്ട് ഓഫ് ചാലഞ്ചസ് ദാറ്റ് വി ആർ ഫേസിങ്. പക്ഷെ അത് പിന്നെ ഓവർകം ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രീസിൽ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ മോർ ഐ തിങ്ക് ഷുഡ് കം എന്നാണ് എൻ്റെ ഒരു. ഇപ്പോഴത്തെ കുട്ടികളൊന്നും നമുക്ക് കിട്ടത്തില്ല. ഇപ്പോഴത്തെ കുട്ടികൾ ഒത്തിരി പേര് ഫുഡ് റിലേറ്റഡ് ഓണ്ടർപ്രണേഴ്സ് ആയി വരുന്നുണ്ട്. അവരിപ്പം ലൈക്ക് നമ്മുടെ കോണ്ടിനെന്റൽ ക്യൂസിൻ ആയാലും അല്ലെങ്കിൽ തായ് ക്യൂസിൻ അങ്ങനെ ഡിഫറെന്റ് ട്രൈ ചെയ്യാനായിട്ട് അവരെല്ലാം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സ് ആയാലും അവരൊരു എന്താ പറയുക സ്റ്റാർട്ടപ്സ് പോലെ ഒത്തിരി പേര് ആലോചിച്ച് അവര് ഇഷ്ടമാണ്, അവർക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റീസ് ആയിട്ട് ഇഷ്ടമുള്ള കുട്ടികൾ ഒത്തിരി പേര് വരുന്നുണ്ട് സ്റ്റാർട്ടപ്സ് ഒക്കെ. അവരൊക്കെ ലൈക് പുതിയ പുതിയ ലൈക് സോഷ്യൽ മീഡിയ പുതിയ പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ വളരെ വളരെ നന്നായിട്ട് പോകും. എനിക്കറിയാം ഇൻഫോ പാർക്കിന്റെ സൈഡിൽ കുറെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ചിലപ്പം ഒരു ക്ലൗഡ് കിച്ചൺ പോലെ ആയിരിക്കാം, ചിലപ്പം ലൈക് വീട്ടിലെ ഫുഡ് എന്ന് പറഞ്ഞായിരിക്കും. പല പല ഓപ്ഷൻസ് ആണ്. കുട്ടികൾ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, ഒത്തിരി ഐഡിയാസ് ഉണ്ട്. ഈ ഫീൽഡില് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർ, കുറച്ച് ഹോസ്പിറ്റാലിറ്റിയോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ലൊരു മേഖലയാണ് കടന്നു വരാൻ. നമുക്ക് പറഞ്ഞ പോലെ മനസ്സും കൊണ്ടും കൂടെയാണ് സ്ത്രീകൾ ചെയ്യുന്നത്. അതായത് നമുക്ക് ഫുഡ് ഇതുമായിട്ട് ഫുഡ് ഹോസ്പിറ്റാലിറ്റി ആ ഒരു നമ്മുടെ മനസ്സിൽ ആ ഫ്ലെയർ ഉണ്ടെങ്കിൽ, ആ ഒരു താല്പര്യം നമുക്ക് ഇൻവോൾവ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാം. മാം പറഞ്ഞതുപോലെ പണ്ടത്തെ കാലത്ത് നമ്മൾക്ക് ഒരു ഷെഫ് അല്ലെങ്കിൽ ലേഡിയോ അല്ലെങ്കിൽ മാൻ
ആർക്കെങ്കിലും ഷെഫായിട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്റ്റാർ ആണെങ്കിലും 3 സ്റ്റാർ ആണെങ്കിലും 2 സ്റ്റാർ ആണെങ്കിലും വീട്ടുകാർക്ക് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു. ഒരു കുറച്ചില് പോലെ അയ്യോ ഇത് പിന്നെന്താണ് ഫുഡ് ഉണ്ടാക്കാനോ കുക്കിങ്ങോ അങ്ങനത്തെ അതൊരു ആൾക്കാർ സമ്മതിക്കണില്ല. നമുക്ക് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഉസ്താദ് ഹോട്ടൽ കണ്ടില്ലേ ആ മൂവിയിൽ എന്തായിരുന്നു, ഡിക്യൂക്ക് ഫുഡാണ് ഇഷ്ടം, കുക്കിംഗ് ആണ് ഇഷ്ടം, ആളെ MBAക്ക് വിടണം. സ്വിറ്റ്സർലൻഡിലൊക്കെ ഗ്ലിയോൺ ലെറോഷ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ പഠിച്ചിട്ട് വരുന്ന കുട്ടികളാണ് വേൾഡ് മുഴുവനുള്ള 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സിലെല്ലാം എക്സിക്യൂട്ടീവ് ഷെഫ്. അവരുടെ എല്ലാം സാലറി ഒക്കെ കേട്ടാൽ അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പഠിച്ചിട്ട് വന്ന എക്സിക്യൂട്ടീവ് ഷെഫ് ഒത്തിരി പേരുണ്ട്. ഇപ്പൊ TV ഷോസ് ഇല്ലേ മാസ്റ്റർ ഷെഫ്, അത് തുടങ്ങിയത് ഓസ്ട്രേലിയനാണ്, ഇപ്പൊ ഇന്ത്യയിലും ഉണ്ട്. അങ്ങനെ ആ കോൺസെപ്റ്റേ മാറി. ഒരു പാഷൻ ആണെങ്കിൽ നിങ്ങൾ ആ പാഷൻ ഫോളോ ചെയ്യാനുള്ള വിൽ പവർ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് അത് ഈ ഒന്നാമത് എന്താന്ന് വെച്ചാല് ഒരു കുക്കിംഗ് എന്ന് പറയാം, നമ്മളെ അടുക്കളയില് ആ ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, പഠിക്കാനൊക്കെ എന്തോരം ഉള്ളത്. എത്രയോ ഷെഫ്മാരുടെ നമുക്ക് റിവാർഡിങ് അല്ലല്ലോ, നമ്മളിപ്പോ രാവിലെ വൈകിട്ട് വരെ ചെയ്താലും എന്താ ചെയ്തതെന്ന് നമുക്കൊന്ന് ഇറങ്ങുമ്പോ നമ്മൾ ഞാൻ ബാംഗ്ലൂർ കുക്കിങ്ങിന്റെ ഒരു പഠിക്കാൻ വേണ്ടി പോയിട്ട് കൊണ്ടുപോയതാണ് അവര്. അവിടെ നിന്ന് പഠിച്ചതാണ് നമ്മുടെ കരിക്ക് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി, ഷെയ്ക്ക് എന്ന് പറഞ്ഞാല് അത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. പാലും കൂടി ചേർത്ത് കരിക്ക് മാത്രം എടുത്ത് അത് മിക്സിയിൽ അടിച്ച് അതിനകത്ത് ഏലക്ക, കശുവണ്ടി, ബദാം ഇതൊക്കെ അതൊക്കെ നമ്മുടെ ഇവിടെ അംബാനി വെഡിങ്ങിന് ഷെഫ് സിദ്ദിഖ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു റോസ്റ്റ് ടൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോരം ഷെഫ് ഒരു ഡിഷ് അതിന്റെ ഇൻഗ്രീഡിയൻസ് അത് പഠിക്കുന്നവർക്ക് അത് മനസ്സിലാവും. എല്ലാം ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ എന്തോരം പഠിച്ചത്. അവര് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളും അതുപോലെ ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ കാറ്ററിംഗിന്റെ പണിക്ക് പോയപ്പോ തന്നെ ബിരിയാണി പണി അറിയായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിൽ വെച്ചപ്പോ ഉപ്പ് കൂടിപ്പോയി. എന്റെ ചേട്ടൻ ഇപ്പോഴും അത് കളിയാക്കും, പറഞ്ഞു ഉപ്പ് കൂടിയതിന്. പിന്നെ അത് ശീലമായി. ആദ്യം ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടാണ് പിന്നെ പുറത്തുണ്ടാക്കാൻ പഠിച്ചത്. അപ്പൊ വീട്ടിലുണ്ടാക്കിയിട്ടാണ് ആദ്യ ദിവസം ചേട്ടൻ പറഞ്ഞു ഉപ്പ് കൂടുതലാണ്, ഇറച്ചിക്ക് ഉപ്പില്ല, ചോറിന് ഉപ്പ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് തന്നെ എല്ലാവരുടെ മുമ്പിൽ തന്നെ കളിയാക്കി. എനിക്കത് ഭയങ്കര സങ്കടമായി പോയി. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ച് പിന്നെ അത് ഹോട്ടലിൽ അത് വെക്കാൻ പഠിച്ചു. ഒരു പോയിന്റ് ആണ് അത് അവിടെ അപ്പൊ എനിക്കൊരു വാശി. ഞാനിപ്പോ എന്തെങ്കിലും വീട്ടിലുണ്ടാക്കണമെങ്കിലും ഞാൻ പുറത്തുനിന്ന്, ഇപ്പൊ വീട്ടില് നല്ലൊരു ദിവസം വന്നാല് ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം പാക്കറ്റ് സാധനങ്ങളൊന്നും വാങ്ങില്ല. അച്ചപ്പം ഉണ്ടാക്കും, ഉണ്ണിയപ്പം ഉണ്ടാക്കും, അവലോസ് പൊടി ഉണ്ടാക്കും, അവലോസ് ഉണ്ടാക്കും. ഓണം, വിഷു, ക്രിസ്മസ് അതുപോലെ വൈനൊന്നും ഞാൻ പുറത്തുനിന്ന് വാങ്ങും, ഞാൻ തന്നെ ഉണ്ടാക്കും. ഇത് ഒരു അതെ ഈ പറഞ്ഞ ഒരു വാക്ക് വാശി ഉണ്ടെങ്കിലാണ് അത് കാര്യങ്ങൾ നടക്കുന്നത്. ഏത് ചലഞ്ചിനും നമ്മൾക്ക് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഗുഡ് ക്രിട്ടിസൈസ് വേണം. ക്രിട്ടിസൈസ് ഓക്കെ ഇത് നന്നാക്കാമായിരുന്നു എന്നുള്ള ഒരു വാക്കുണ്ടല്ലോ, പക്ഷെ നല്ല രീതിയിൽ പറയണം. കളിയാക്കിയപ്പോഴാണ് എനിക്ക് വാശിയായി. അപ്പോൾ ഇനി ഒരുപാട് സ്ത്രീകൾ ഈ രംഗത്ത് ഇനിയും വരട്ടെ. നമ്മളെ നെക്സ്റ്റ് തലമുറ ഈ രംഗത്തോട്ട് ഹോസ്പിറ്റാലിറ്റി ആൻഡ് റെസ്റ്റോറൻറ്റിലോട്ട് വരട്ടെ. മറ്റൊരു വിഷയവുമായിട്ട് സ്ത്രീപക്ഷം അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.